ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ. എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലെ ചൈതന്യമായിട്ടുള്ള വിഷ്ണു അവിടെ ആവിരാസീദ്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. അങ്ങനെ അങ്ങോട്ട് ആ ജയിലിലേക്ക് അങ്ങോട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. അത് ഈ എല്ലാ ആഭരണങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോഴത്തെ ഗ്രഹനിരയൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രൻ ഇടവത്തിൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചന്ദ്രൻ ഉഷ്ടരാശി, സൂര്യൻ ചിങ്ങത്തിൽ, ശുക്രൻ തുലാത്തിൽ, വ്യാഴം മീനത്തിൽ, ചൊവ്വ മകരത്തിൽ, ബുധൻ കന്നിയിൽ ഉച്ചം, ശനി തുലാത്തിൽ ഉച്ചം, ചൊവ്വ മകരത്തിൽ ഉച്ചം. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും സർവക്ഷഗ്രഹതാരക എങ്ങനെയൊക്കെ ബലത്തോടു കൂടി നിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബലത്തോടു കൂടിയുള്ള സമയത്ത് അഷ്ടമി തിഥിയിൽ രോഹിണി നാളിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചതുർബാഹുവായിട്ടുള്ള രൂപത്തിൽ ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നേരെ ദർശനം കൊടുത്ത ഉടനെ കുട്ടിയായിട്ട് മാറി. കാരണം ഇവർക്ക് പണ്ടേ ഉണ്ട് ഭഗവാനെ കാണണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രശ്നിഗർഭനായിട്ടൊക്കെ പ്രാർത്ഥിച്ച സമയത്തുള്ള അന്നൊക്കെ ഞാൻ അങ്ങനെ അവതരിച്ചു. ഇവർക്കൊക്കെ മറന്നുള്ളൂ. പക്ഷേ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടാണ് ഞാനിങ്ങനെ അവതരിച്ചതെന്ന് പറഞ്ഞു. ഇനി എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവരൊക്കെ ജയിലിലിട്ടിരിക്കുകയാണ്, ചങ്ങലക്കിട്ടിരിക്കുക അവരെ രണ്ടാളെയും. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം, നേരെ ഗോകുലത്ത് പോവുക. അവിടെ ഒരു കുട്ടിയുണ്ട് യശോദര അടുത്ത്. അതിനിടയ്ക്ക് ബലരാമനോട് ജനിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിട്ടുപോയി, സമയമില്ല. അപ്പോൾ ആ കുട്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടത്ത, എന്നെ ഇവിടെ കടത്ത, വേറെ ഒന്നും പ്രശ്നമില്ല. അപ്പം വസുദേവർ ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പം ചങ്ങലൊക്കെ ഇട്ടിരുന്നു, പെരുമഴ, കാവക്കാരാച്ച ഇഷ്ടം പോലെ. എന്നാലും ഭഗവാൻ പറഞ്ഞതല്ലേ. അങ്ങനെ ഭഗവാനെ അവളെ കണ്ട ഒരു ചെറിയൊരു പാത്രത്തിൽ പോലെ എടുത്തിട്ട് അവിടെ നിൽക്കലും ജനൽ ഈ കമ്പിയൊക്കെ തനിയെ തുറന്നു. കാവക്കാരൊക്കെ നല്ല ഉറക്കം. അങ്ങനെ കിടന്നു. യമുന കിടക്കണം. അപ്പോഴേക്ക് മഴയും തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ അനന്തൻ വന്നിട്ട് കുട പിടിച്ചു, വഴി മാറിക്കൊടുത്തു എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കുട്ടിയെടുത്ത് അങ്ങനെ ഗോകുലത്തിലെത്തി. യശോദ പ്രസവക്ഷീണത്തിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. അവിടെ ഈ കുട്ടിയെ കിടത്തി. ആ പെൺകുട്ടിയെടുത്ത് റിങ്കിലും വന്നു, തിരിച്ചിവിടെ വന്നു. അതേപോലെ വഴി മാറി നദികളൊക്കെ, കാവക്കാരുടെ ഉറക്കം, പൂട്ടൊക്കെ കഴിഞ്ഞു. ഈ കുട്ടി ഇവിടെ കിടത്തലും എല്ലാ പൂട്ടും പഴയ പോലെയും ഒക്കെ. ഇവിടെ കിടത്തിയ ഉടനെ അപ്പോൾ ഈ ദേവകി പ്രസവിച്ചൊന്നും ഇവരാരും അറിഞ്ഞിട്ടേ ഇല്ല. കുട്ടി വന്നിട്ട് കരഞ്ഞപ്പോൾ എല്ലാവരും ചാടി എണീച്ചു. അത് വന്നത് മായേണേ. പെണ്ണുങ്ങൾ വന്നാൽ വേറെ അറിയും. അതാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. യശോദര കുട്ടി ഇവിടെ കൊടുന്ന് കിടത്തലും കരഞ്ഞപ്പോൾ ചാടി നീച്ചു. കാവക്കാരും ഇതാ ദേവകി പ്രസവിച്ചു. കംസൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഓടി വന്നു. നോക്കിയപ്പോൾ പെൺകുട്ടി. കംസൻ വീണ്ടും എണ്ണത്തിൽ തന്നെ തെറ്റിയിട്ട് തല കറങ്ങിയിരിക്കുകയാണ്. പെട്ടാമത്തെ പുത്രനാണല്ലോ. ഇത് കണ്ടപ്പോൾ പെൺകുട്ടി. എന്താ ചെയ്യാന്നായി. രണ്ടും ഒന്നും ആലോചിച്ചില്ല. നേരം കിട്ട് പിടിച്ചു, കാലം കിട്ട് പിടിച്ച് തല്ലാനം കിട്ട് നോക്കുമ്പോൾ ഭം എന്നൊരു പോക്ക മുകളിലേക്ക്. അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. തവാന്തകൻ ഭൂമിതലേ പിറന്നു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. പെണ്ണുങ്ങളോടാ തൻ്റെ പരാക്രമം കാണിക്കുന്ന നാളല്ലാത്ത ദുരാചാര നൃശംസ കംസ. 8 കയ്യിലും ആയുധങ്ങളൊക്കെ ആയിട്ട് സാക്ഷാൽ പരാശക്തിയുടെ ദർശനം കിട്ടി കംസന്. അതൊരു ഭാഗ്യമാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ കൊല്ലാളൊക്കെ ജനിച്ചു കഴിഞ്ഞു, അത് ഞാനല്ല ആള്, എവിടെ വെച്ചാൽ തിരഞ്ഞ് കണ്ടുപിടിച്ചോ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കംസന് പേടി അയച്ചാലും കാല് പിടിച്ചല്ലോ ഭഗവതിരെ. അതിൻ്റെ ഒരു പുണ്യം ഉണ്ടായി ഇത്രേ. അങ്ങനെ വന്നിട്ട് ഈ ജയിലിൽ നിന്ന് ഇവരെയൊക്കെ മോചിച്ചു. കാരണം ഇനിയിപ്പോൾ കാര്യമൊന്നുമില്ല. എന്തേ പറഞ്ഞ ഭഗവതി, തന്നെ കൊല്ലാനുള്ള ആൾ ഭൂമിയിലെത്തി. ഇനിയിപ്പോൾ ഇവരെ ജയിലിൽ ആവശ്യമില്ലല്ലോ. എന്തായാലും ദേവകിയും കംസനെയൊക്കെ തുറന്നു വിട്ടു. എന്നിട്ട് അടുത്ത മീറ്റിംഗ് കൂടി. എന്തിനാ മീറ്റിംഗ് കൂടിയേ? എവിടെയോ ജനിച്ചിട്ടുണ്ടല്ലോ തൻ്റെ അന്തകൻ, അയാളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ശരിയാക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ചു. അപ്പോൾ അധികമായിട്ടില്ല, ഉറപ്പാണ്. ഒരു 10 ദിവസത്തിനുള്ളിൽ ജനിച്ച കുട്ടികളൊക്കെ ഉണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. അതാണ് വഴി. അപ്പോൾ ആരാന്ന് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും കംസൻ അവിടുത്തെ രാജാവാണല്ലോ, പേടിക്കാനില്ല. അതിന് പറ്റിയ ആൾക്കാരൊക്കെ ധരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് പൂതന.
പൂതന ഓരോരുത്തർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പൂതനയ്ക്ക് ഇതാണ് പണി, കുട്ടികളെ കൊല്ലാൻ എക്സ്പെർട്ടാണ്. അപ്പോൾ പൂതനെ വിട്ടു. അങ്ങനെ നടന്നിങ്ങനെ പോയി എവിടേക്ക് കുട്ടികളെ നോക്കി കൊല്ലാണ് പൂതനുണ്ട്. അപ്പം ഇനിയിപ്പോൾ അപ്പുറത്ത് നന്ദൻ്റെ വീട്ടിലെത്തിയാലോ, അവിടെ അതിഗംഭീര ആഘോഷമാണ്. കാരണം കുട്ടി, സുന്ദരനായിട്ടുള്ളൊരു കുട്ടി അവിടെ കിടക്കുകയാണ് യശോദര പ്രസവം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടി പ്രസവിച്ച യശോദയെ തന്നെയാണ് സാധാരണ. ഈ സംഗതികളൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതിഗംഭീര ആഘോഷം. ഈ കുട്ടിയെ കണ്ടിട്ടും മതിയാവണില്ല. അത്ര ആൾക്കാർ വരണു. ഈ കുട്ടി ഉണ്ടായാൽ തന്നെ പണ്ടൊക്കെ അടുത്ത വീട്ടുകാരും നാട്ടുകാരൊക്കെ കാണാൻ പറ്റും. അത് പണ്ടുള്ള, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊക്കെ വിളിച്ചാലേ പോകും. കുട്ടിയല്ല എന്താണ് ശരി. പണ്ടങ്ങനെയല്ല, അതൊരു രീതിയാണ്. അവിടെ നന്ദനൊക്കെ സന്തോഷമായി, ജാതകർമ്മമൊക്കെ നടത്തി. അങ്ങനെ ഈ കുട്ടി ഒന്ന് സന്തോഷത്തിലിരിക്കുന്ന സമയത്ത്, പക്ഷേ ഇവിടെ ഇവർക്ക് സാമന്തനാണ് കംസൻ്റെ. ഇവർക്ക് അവിടെ പോയിട്ട് നികുതി കൊടുക്കാനും കപ്പം കൊടുക്കാനൊക്കെ പോകണം. അപ്പോൾ അവിടെ ബലരാമൻ അപ്പുറത്തുണ്ട്, രോഹിണിയുടെ മകനായിട്ട് ബലരാമനുണ്ട്. ഈ കുട്ടി ജനിച്ച ഉടനെ വസുദേവനെ കിടക്കുന്ന, അതായത് കംസൻ്റെ രാജ്യത്തിലേക്ക് നന്ദന് ഈ നന്ദഗോപുരക്ക് പോകണം. നന്ദഗോപുരം അങ്ങനെ പോയി. അപ്പോഴാണ് നമ്മുടെ പൂതന ബാലഘാതിനി, പൂതന കാമചാരിണി എന്നൊക്കെ പറയും. പൂതനയുടെ വരവ്. പൂതന അതിഗംഭീരായിട്ട് ഉടുത്തൊരുങ്ങി നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഗോപസ്ത്രീയുടെ, ഇവിടെ ഗോപരാണ് ഇവിടെ ഉള്ളതൊക്കെ, പശുവിനെ മേക്കണവരാണ്. സുന്ദരിയായിട്ടുള്ള ഗോപസ്ത്രീയുടെ വേഷത്തിൽ വന്നു. ഇങ്ങനെ ആകാശത്തു കൂടെ എങ്ങനെ വേണമെങ്കിൽ പോകാൻ പറ്റും. നോക്കിയപ്പോൾ എവിടെയൊക്കെ കുട്ടികളുടെ വീടൊക്കെ, ഈ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് തിരക്ക്. ആൾക്കാർ വരണു പോണു, വർത്തമാനം പറയണു, എന്താ വർണ്ണിക്കണു, കുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യണു. അപ്പോൾ മനസ്സിലായി ഇവിടെ തന്നെയാണ് നല്ലൊരു ജനനം നടന്നതെന്ന് മനസ്സിലായി. അവിടെ നേരെ ആ വീട്ടിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അപ്പോൾ ആർക്കും പരസ്പരം അറിയണം, അത്ര അധികം ആൾക്കാരായി. പിന്നെ നല്ല തറവാടിത്തവും ലക്ഷണമൊക്കെ അത് സ്ത്രീ. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. അങ്ങനെ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി മുലയിൽ വിഷമൊക്കെ പുരട്ടി റെഡിയായിട്ട് ചെന്നു.